ചോദ്യപേപ്പർ ചോർച്ചയിൽ ബിജെപി ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തുകയാണ്. അത് പഞ്ചാബിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പഞ്ചാബിലെ ചോദ്യപേപ്പർ ചോർച്ച ഉയർത്തി ആം ആദ്മി സർക്കാരിനെതിരെയാണ് ബിജെപി ഇപ്പോൾ ഒരു വലിയൊരു പ്രതിഷേധം തന്നെ ഇപ്പോൾ നടത്തുന്നത്. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ദില്ലി ബിജെപി അധ്യക്ഷൻ ഹർഷ് മൽഹോത്രയാണ് ഇപ്പോൾ നയിക്കുന്നത്. സിജെപി സമരം കേന്ദ്ര സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയായിരിക്കെയാണ് പ്രതിപക്ഷത്തിനെതിരെ ബിജെപി ഇപ്പോൾ വിഷയം തിരിയുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ സിജെപിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. 35 ദിവസം നീണ്ട പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ കേന്ദ്ര നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. അങ്ങനെയെങ്കിൽ പഞ്ചാബിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. അപ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപി ഇപ്പോൾ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് ഇപ്പോൾ നടത്തുന്നത്. പിന്നാലെ പാർലമെന്റിലും വിഷയം ചർച്ചയായി. പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള നിയമ ഭേദഗതിയും കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം ശക്തമായി അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷം. ചോദ്യപേപ്പർ ചോർച്ചയും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെയും പ്രതിപക്ഷം രംഗത്തെത്തി. വിദ്യാർത്ഥികൾക്ക് പേര് ചുമത്തിയിട്ടുള്ള ഈ കേസുകളൊക്കെ പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അപ്പോൾ JP നഡ്ഡ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നീറ്റ് പരീക്ഷയുമായി ജന്തർ മന്ദിറിലടക്കം ഡൽഹിയിലടക്കം പ്രതിഷേധം നടത്തിയ അല്ലെങ്കിൽ ആക്രമണം നടത്തിയ വിദ്യാർത്ഥികൾ അവർ നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിലുള്ള അഡ്മിറ്റ് കാർഡുകളോ അങ്ങനെ ഏതെങ്കിലും രേഖകളോ കൊണ്ടുവന്നാൽ അവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ JP നഡ്ഡ നൽകിയിട്ടുണ്ട്. അതോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകർ മൊത്തത്തിൽ ഒരു എട്ടിന്റെ പണിയാണ് അവർക്ക് കിട്ടിയത് എന്ന കാര്യം അവർക്ക് മനസ്സിലായത്. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പലറ്റ് ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തുടർന്നാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ക്രമക്കേടുകൾ ചർച്ചയാക്കാൻ BJP ഇപ്പോൾ ഒരുങ്ങിയത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നത് പഞ്ചാബിലാണെന്നാണ് BJP പറയുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച മാതൃക സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി തള്ളുകയാണ്. മത്സര പരീക്ഷകളുടെ ഒരൊറ്റ ചോദ്യപേപ്പർ പോലും ചോർന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ പറയുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ നെറികെട്ട രാഷ്ട്രീയ കളിയാണ് BJP നടത്തുന്നതെന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത്. രാഷ്ട്രീയവാദം ശക്തമാകുമ്പോഴും പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രി ഹർജോത് ബേസൻ തലസ്ഥാനത്ത് തുടരുന്നത് എന്തിനാണ് എന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി രാജിവെക്കാൻ പോകുന്നതെന്നും മാളവ്യ ചോദിക്കുകയാണ്. മന്ത്രിമാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണെങ്കിൽ അത് സെലക്റ്റീവായി മാത്രം ചെയ്യാൻ കഴിയുന്നില്ല, സെലക്റ്റീവായി മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് മാളവ്യ പറയുന്നത്. പഞ്ചാബ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ നിശബ്ദത പാലിക്കാൻ സാധിക്കില്ല എന്ന് മാളവ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട്. CJP സമരത്തിനിടെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി പദത്തിൽ നിന്നും ഒഴിവാക്കി സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിനെ തലസ്ഥാനത്ത് നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്നും മാളവ്യ പരിഹസിച്ചു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ നന്നാക്കാൻ സോനം വാങ്ചുകിന് കഴിയുമെന്നാണ് കെജ്രിവാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ തീരുമാനം എടുക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. ഏത് പാർട്ടിയാണ് അധികാരത്തിൽ എന്നതല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അതിന്റെ ഒരു മാനദണ്ഡം അതെല്ലാവർക്കും ഒരുപോലെയാണ്. BJP അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അപ്പോൾ പഞ്ചാബിലും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അതല്ലേ ഒരു തുല്യത എന്നാണ് അമിത് മാളവ്യ ചോദിക്കുന്നത്. അതെല്ലാവർക്കും ഒരുപോലെയാണ്. അത് തത്വങ്ങളെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയമായ നിലപാടുകൾക്ക് അതീതവും ആയിരിക്കണമെന്നാണ് മാളവ്യ ഇപ്പോൾ പറയുന്നത്.